ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. കോഴിമുട്ടയും തക്കാളിയും. അപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അത് നല്ല ഫൈൻ രൂപത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അതിലോട്ട് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത്. കാരണം നമ്മൾ കുഴച്ചെടുക്കുന്ന ചപ്പാത്തിയാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ടാണ് നമ്മൾ ചപ്പാത്തിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. വെള്ളമൊന്നും നമ്മൾ ആഡ് ആക്കണില്ല. നമ്മൾ ഇതിൻ്റെ ഈ അരച്ചെടുത്ത പേസ്റ്റിലോട്ടാണ് നമ്മൾ ചപ്പാത്തിയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിലാണ് കുഴച്ചെടുക്കാനുള്ളത്. അപ്പം നമ്മൾ ഉപ്പ് കൂട്ടിയിട്ട് അരച്ചെടുക്കണം ഏറ്റവും ബെറ്റർ. ഇനി ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പറയുന്നതിന് കൂടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. നമ്മൾ കോഴിമുട്ട തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു കളറും പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ് ഈ ചപ്പാത്തിക്ക്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാം. കുഴച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെക്കുക എന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അത് ഏത് ചപ്പാത്തിയാണ് നമ്മൾ കുഴച്ച പാടിൽ ചുട്ടെടുക്കുന്നതിനെക്കാട്ടി സോഫ്റ്റ് കുറച്ച് നേരം നമ്മൾ വെച്ച് കഴിഞ്ഞാലുണ്ടാവുക. കണ്ട ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ഉണ്ട് ഈ ചപ്പാത്തിന്ന്. ഇത് നമ്മൾ കൂടുതൽ സമയമൊന്നും വെച്ചിട്ടില്ല. നമ്മളൊരു 10 മിനിറ്റ് വെച്ചിട്ടുള്ള ആ സമയത്ത് തന്നെ ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണാം. എപ്പോഴും ചപ്പാത്തി ചുടുന്ന സമയത്ത് ഒരു പുതുമ ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുകയാണ്. നമ്മൾ പത്തിരി മെഷീനിലൊന്നും എടുക്കുന്നില്ല. അതൊക്കെ എടുത്ത് വരുമ്പോൾ കുറേ ടൈം ആവശ്യം വേഗം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈക്കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ കാണുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസം തോന്നില്ല, ചെറുതായിട്ടൊക്കെ തോന്നുള്ളൂ. പക്ഷെ ചുട്ട് കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയുടെ ചുവപ്പും അതേപോലെ തന്നെ മുട്ടയുടെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ലതാണെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിലും ടേസ്റ്റ് ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾ അഭിപ്രായം പറയണം. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എണ്ണ തേച്ചിട്ടൊന്ന് ചുട്ടെടുത്തതാണ്. എണ്ണ തേക്കാതെ ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ തേച്ചിട്ട് ചുട്ടെടുക്കണമെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇനി നിങ്ങൾക്ക് നെയ്യ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം. ഇനി നെയ്യ് ചേർത്തിട്ടൊക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് മുട്ടയുടെ കൂടെ ആണെങ്കിലും കഴിക്കാം. അതേപോലെ തന്നെ ഏത് കറിയുടെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നെയ്യ് ഇല്ലാതെ ചുടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നെയ്യില്ലാതെ ചുട്ടെടുക്കുന്നത്. ഒരെണ്ണം നെയ്യിൽ ചുട്ടെടുത്ത് അതേപോലെ ഒരെണ്ണം നെയ്യില്ലാതെ ചുട്ടെടുക്കുകയാണ്. എങ്ങനെ ചുട്ടാലും ചപ്പാത്തി നല്ല സോഫ്റ്റാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.